ഇന്ന് മലപ്പുറത്തിൻ്റെ സ്വന്തം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഓട്ടട റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ള 1.5 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറും 1/2 കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിതപ്പോൾ അവിടെ ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചിലരൊക്കെ നല്ല തിക്കായിട്ടുള്ള മാവായിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ അവിടെ ഈ ഒരു ലൂസിലാണ് റെഡിയാക്കി എടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ അരി അരച്ചെടുത്തതിന് ശേഷം ചെറുകിയെടുത്തിട്ടുള്ള തേങ്ങ ഡയറക്റ്റ് ആയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ചൂടായ ഓട്ടടച്ചട്ടിയിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മുകൾ ഭാഗത്തൊക്കെ നിറയെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സംഭവം സിമ്പിളാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടട ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള കുറച്ച് ടിപ്സ് കൂടെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ താഴെ കൊടുക്കുക, ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. ഇനി ഈ ഒരു ഓട്ടടയുടെ കൂടെ നിങ്ങൾക്ക് ഏത് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ നല്ല തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറിയുടെ കൂടെയാണ് നമ്മുടെ ഓട്ടട റെഡിയാക്കി എടുത്തിട്ടുള്ളത്.